എവിടെ എത്തിപ്പോകുന്നു നൈമിഷാരണ്യം. അവിടെ എത്തി. ആ സ്ഥലത്തിന്റെ പേരാണ് അല്ലേ നൈമിഷാരണ്യം, നൈമിഷാരണ്യം ഒക്കെ പറയാം. ആ സ്ഥലത്തിരുന്ന് എല്ലാവരും ഭഗവാനെ ധ്യാനിക്കാൻ തുടങ്ങി. സൂതപുരാണത്തിലെത്തി. അവിടെ ഈ ഭാഗവതം ശൗനകാദി മഹർഷികൾക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാവരും എത്രയോ 1000 സംവത്സരം എന്ന ഒരു സത്രമാണെന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ സപ്താഹമായിട്ടാണ് 7 ദിവസമായിട്ടാണ് ഭാഗവതം സത്രമായിട്ട് ആചരിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിൽ സത്സംഗത്തിന്റെ മഹിമ പറഞ്ഞു. എന്റെ സത്സംഗം നമ്മളെത്തി ഇങ്ങനെ വിരിക്കുന്നില്ലേ, വിരുന്ന് ഭഗവാന്റെ കാര്യങ്ങൾ പറയുക, നമ്മളെ നല്ല വ്യക്തികളായിട്ട് നമ്മൾ ആക്കുക. അതാണ് സത്സംഗത്തിന്റെ മഹിമ. ഭഗവാനെ തിരിച്ചറിയാനും നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും പഠിക്കുക. അതിന് വയസ്സും പ്രായമൊന്നുമില്ല. നിങ്ങൾ ചെറിയ ആൾക്കാർക്ക് വലിയ ആൾക്കാരുടെ ആവശ്യമാണ് സത്സംഗം. നമ്മളൊക്കെ നിങ്ങൾ കൊച്ചു കുട്ടികൾ മാത്രമല്ല, അതിവർക്കുള്ള ഈ അസൂയ, അഹങ്കാരം, ഈ വിധ സ്വഭാവങ്ങളൊക്കെ അതൊക്കെ ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് സത്സംഗം. ഭഗവാന്റെ കഥകൾ കേൾക്കുക, മനസ്സ് ചിത്തശുദ്ധി വരുത്തുക. അതിനെന്താ പറയാ? ചിത്തശുദ്ധി വരുത്തുക, മനസ്സ് നല്ലതാക്കുക. പിന്നെ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ ഭഗവാൻ 22 അവതാരങ്ങൾ പ്രധാനമായിട്ടുള്ളത് പറഞ്ഞു. 10 അവതാരം അതിലും പ്രധാനം പറഞ്ഞു. പിന്നെ പറഞ്ഞു സൂതനല്ല, ഈ കാണുന്ന മുഴുവൻ ഭഗവാനാണ്, എല്ലാം ഭഗവാന്റെ അവതാരമാണ്. പിന്നെ 4ാമത്തെ അധ്യായത്തിൽ നമ്മൾ കഴിഞ്ഞ സത്സംഗത്തില് ശുഗമഹർഷിയുടെ മഹാത്മ്യത്തെ പറ്റി പറഞ്ഞു. ശുഗൻ മഹർഷി അച്ഛനായ വേദവ്യാസനേക്കാളും മഹത്വമുള്ളവനാണ്. എന്തുകൊണ്ടാണ്? ശുഗമഹർഷി എല്ലാത്തിലും ഭഗവാനെ കാണുന്നു, പരബ്രഹ്മത്തെ കാണുന്നു. അതുകൊണ്ട് അച്ഛനായ വേദവ്യാസനോട് സ്ത്രീ, പുരുഷൻ, കുഞ്ഞ് അങ്ങനെ ഒരു ഭേദമുണ്ട്. ശുഗന് അതുമില്ല. അദ്ദേഹത്തിനുള്ളിൽ ഉള്ളിലുള്ള ഭഗവാന്റെ തേജസ്സിനെ കാണുള്ളൂ എന്ന് പറഞ്ഞ ആ കഥ നമ്മൾ കേട്ടു. പിന്നെ 5ാമത്തെ അധ്യായത്തിൽ വ്യാസനും നാരദനും കൂടെയുള്ള സംവാദമാണ് കേട്ടത്. വ്യാസൻ എങ്ങനെയാണ്, നിങ്ങൾ എല്ലാവരും ഓർത്തിരിക്കണം ഈ കഥ, എങ്ങനെയാണ് ഭാഗവതം വന്നത്. വ്യാസൻ ഇത്രയൊക്കെ പുരാണങ്ങൾ എഴുതി വേദത്തിനെയൊക്കെ കൃഷ്ണദ്വൈപായൻ എന്നുള്ള ആ വ്യാസൻ എന്തെങ്കിലും വേദത്തിനെയൊക്കെ പകുത്തു. അതുകൊണ്ട് വേദവ്യാസന് പേര് കിട്ടി. ആ വ്യാസൻ ഇത്രയൊക്കെ എഴുതിയിട്ട് മനസ്സിനൊരു ശാന്തി കിട്ടിയില്ല. അപ്പോഴാണ് നാരദ മഹർഷി അവിടെ വന്നതും അവർ സംസാരിച്ചത്. എന്താ നാരദൻ പറഞ്ഞത്? ഇതുവരെ ജ്ഞാനത്തിനെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ എഴുതിയുള്ളൂ, അവിടെ ഭക്തി ഇല്ല. അന്ന് ഭഗവാനോട് ഭക്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ എഴുതിയില്ല. അതുകൊണ്ടാണ് മനസ്സിലൊരു സമാധാനം ഇല്ലാത്തത്. അപ്പൊ നമുക്കൊക്കെ എന്ത് വേണം? ഭക്തി. എന്താ ഈ ഭക്തി എന്ന് പറഞ്ഞാല്? എന്താ ഈ ഭക്തി എന്ന് പറഞ്ഞാല്? ശരിക്കും പറഞ്ഞാൽ ഭക്തിക്ക് പല നിർവചനങ്ങളുണ്ട്. എന്നിരുന്നാലും നമ്മൾ സാധാരണക്കാരെടുക്കേണ്ടത് എല്ലാവരും